മോനെ രാജീവേ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേക്ക്. നീ വീട്ടിലേക്ക് വാ. ഒന്നുമില്ലെങ്കിൽ അച്ഛനും അമ്മയല്ലേ. എത്ര വലിയ സമ്പന്നനായ ബിസിനസ്സുകാരനാന്ന് പറഞ്ഞാലും സ്വന്തം മകൻ കൂടെയില്ലെങ്കിൽ എന്ത് ഫലം? വിളിക്കുന്നത് സ്വന്തം കുടുംബത്തിലേക്കല്ലേ മോനെ. കൊച്ചിയിലെ ഹോട്ടൽ താജ് മലബാറിന്റെ മുറിയിലെ ബാൽക്കണിയിൽ കൈകൾ മാറത്ത് പിണച്ചുകെട്ടി ആർമി സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സിന്റെ ചീഫ് ഓഫീസർ രാജീവ് മേനോൻ തന്റെ അച്ഛൻ ആലഞ്ചേരിൽ പ്രഭാകര മേനോന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് പ്രദീപിന്റെ വാക്കുകൾ കേട്ടു. ഒരു നിമിഷത്തിനു ശേഷം അയാളെ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ കനലെരിയുന്നുണ്ടായിരുന്നു. കുടുംബം? എനിക്ക് കുടുംബം ഉണ്ടോ അങ്കിൾ? കുഞ്ഞായിരുന്നപ്പോഴും ഇട്ടിട്ട് പോയ അമ്മയാണോ എൻ്റെ കുടുംബം? അതോ അച്ഛൻ പിന്നീട് കെട്ടിക്കൊണ്ടുവന്ന രണ്ടാനമ്മയോ? അവർ എന്നോട് ചെയ്തതെന്നാന്ന് അങ്കിളിന് അറിഞ്ഞൂടെ? ഒരു പാവം പെൺകുട്ടിയെ നശിപ്പിക്കാൻ അവരെന്നെ കരുവാക്കി. ആ കുടുംബത്തിൽ നിന്ന് എന്നെ പുറത്താക്കി എല്ലാം കൈക്കലാക്കുകയല്ലേ അവർ ചെയ്തത്. ഒരു നിമിഷം രാജീവ് നിർത്തി. അകലെ കടലിലൂടെ നീങ്ങിപ്പോകുന്ന ഒരു കപ്പലിലേക്ക് അല്പനിമിഷം അവൻ നോക്കി നിന്നു. പിന്നെ പതിയെ പറഞ്ഞു, എല്ലാം ആ സ്ത്രീ ആഗ്രഹിച്ച പോലെ നടന്നു. എൻ്റെ അറിവില്ലായ്മ അവർ മുതലെടുത്തു. മദ്യവും മയക്കുമരുന്നും കൊണ്ട് എൻ്റെ സമനില തെറ്റിച്ചു. അബോധാവസ്ഥയിൽ ഒരു പാവം പെൺകുട്ടിയെ ഞാൻ... തുടരാനാവാതെ ഒരു നിമിഷം നിർത്തി രോഷത്തോടെ അവൻ പ്രദീപിനോട് ചോദിച്ചു, എന്നെ ദ്രോഹിച്ചാ പോരായിരുന്നു? എന്തിനായിരുന്നു ആ പാവം പെൺകുട്ടിയെ കൂടി? രാജീവിന്റെ ശബ്ദമിടറി. ആശ്വസിപ്പിക്കാൻ എന്ന പോലെ അവന്റെ ചുമലിൽ കൈവച്ച് പ്രദീപ് പറഞ്ഞു, മോനെ, എന്തൊക്കെയാണ് ശരിക്കും നടന്നതെന്ന് അച്ഛനിപ്പോൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. നീ പോയതിനു ശേഷം ആ പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നിന്റെ അച്ഛനാ നോക്കിയത്. അവളുടെ പഠനം, അവളുടെ ബിസിനസ്സിന് വേണ്ട സഹായങ്ങൾ, അങ്ങനെയെല്ലാം. ഇന്നിപ്പോൾ അവൾ എത്രമാത്രം ഹാപ്പിയാണെന്നറിയാവോ? ഇനിയെല്ലാം നിന്നെ ഏൽപ്പിക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. മോൻ തിരിച്ച് വീട്ടിലേക്ക് വന്നേ മതിയാവൂ. പുച്ഛം കലർന്ന ചിരിയോടെ രാജീവ് പറഞ്ഞു, അങ്കിൾ, ഇപ്പോഴുള്ള നിലയിലേക്ക് എത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വത്തും വലിയ ബിസിനസ് സാമ്രാജ്യമൊക്കെ കാണിച്ച് എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കരുതെന്ന് എൻ്റെ അച്ഛൻ ആലഞ്ചേരിയിൽ പ്രഭാകരമേനോനോട് പറഞ്ഞാൽ മതി. ശരി, ഞാൻ ലേറ്റായി, ഇറങ്ങട്ടെ. പ്രദീപന് എന്തെങ്കിലും പറയാൻ കഴിയും മുൻപ് രാജീവ് തന്റെ സൺഗ്ലാസ് എടുത്ത് ധരിച്ച് പുറത്തേക്ക് നടന്നുപോയി. ഹോട്ടലിന്റെ പോർട്ടിക്കോയിൽ കാത്തുകിടന്നിരുന്ന കാറിനരികിലേക്ക് വന്ന അയാളെ സല്യൂട്ട് ചെയ്ത് സ്വീകരിച്ചുകൊണ്ട് ബോഡി ഗാർഡ് ഡോർ തുറന്നുകൊടുത്തു. കാർ മുന്നോട്ട് നീങ്ങവേ രാജീവ് ഫോൺ എടുത്ത് ഗാലറിയിലെ ഒരു ഫോട്ടോയിലേക്ക് നോക്കി. ഏതൊക്കെയോ ഓർമ്മകളെ നിയന്ത്രിക്കാൻ എന്ന പോലെ ഒരു ദീർഘശ്വാസം എടുത്ത് ഡ്രൈവറെ നോക്കി പറഞ്ഞു, നേരെ അങ്കിതയുടെ ഓഫീസിലേക്ക്. AC ഒന്ന് കൂട്ടും. കാറിൽ ആവശ്യത്തിലേറെ തണുപ്പുണ്ടെങ്കിലും ആകാംക്ഷ കൊണ്ടും പരിഭ്രമം കൊണ്ടും രാജീവ് വിയർക്കുന്നുണ്ടായിരുന്നു. അയാൾ അങ്കിതയെ പ്രപ്പോസ് ചെയ്യാനിരുന്ന ദിവസമായിരുന്നു അത്. സത്യത്തിൽ ആരായിരുന്നു അങ്കിത? രാജീവ് പ്രഭാകരന്റെ കാമുകി മാത്രമാണോ? അല്ല. രണ്ടാനമ്മയുടെ കെണിയിൽ കുടുങ്ങി 5 വർഷങ്ങൾക്ക് മുൻപ് ആ രാത്രി അവളെയാണ് അയാൾ ബലാത്കാരമായി പ്രാപിച്ചത്. ബോധത്തിനും അബോധത്തിനുമിടയിലുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിച്ച ആ രാത്രിയെക്കുറിച്ച് അയാൾക്ക് അധികമൊന്നും ഓർത്തെടുക്കാനില്ലായിരുന്നു. തന്റെ ക്രൂരമായ പൗരുഷത്തിനു മുന്നിൽ നിസ്സഹായമായ നിലവിളിയോടെ കീഴടങ്ങിയ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ പവിഴം കൊണ്ടുള്ള ഒരു ഫ്ലോറൽ പെൻഡന്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രം അയാളുടെ ഉള്ളിൽ തെളിഞ്ഞു കിടന്നു. നാളുകൾക്ക് ശേഷം ആ നെക്ലേസ് കണ്ടാണ് അയാൾ അങ്കിതയെ തിരിച്ചറിഞ്ഞത്. തന്റെ ക്രൂരതയ്ക്ക് പാത്രമായ ആ പെൺകുട്ടിയോടുള്ള അനുതാപം പതിയെ പ്രണയമായി മാറി. അവളുമായി അടുത്ത നാളുകളിൽ താനായിരുന്നു പഴയ രാത്രിയിലെ വൃത്തികെട്ട പുരുഷൻ എന്നത് മാത്രം രാജീവ് മറച്ചുവെച്ചു. അവളോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം എന്ന പോലെയാണ് 4 വർഷങ്ങൾക്ക് മുൻപ് അങ്കിതയ്ക്ക് വേണ്ടി അയാൾ ജയിലിൽ പോയത്. അല്പം മദ്യപിച്ച ഒരു രാത്രി അങ്കിതയുടെ കാർ ഒരു വൃദ്ധനെ ഇടിച്ച് താഴെ വീഴ്ത്തിയിരുന്നു. ആ അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രണയവും പശ്ചാത്താപവും അയാളെ പ്രേരിപ്പിച്ചു. അങ്കിതയ്ക്ക് വേണ്ടി രാജീവ് പ്രഭാകർ ജയിലിൽ പോയി. പിന്നീട് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു മിറാക്കിളായിരുന്നു. 1 വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങിയ അയാൾ ആർമിയിൽ ചേർന്നു. വളരെ പെട്ടെന്ന് സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സിന്റെ ചീഫ് ഓഫീസറായി. ശരവേഗത്തിൽ കടന്നുപോയ ആ വർഷങ്ങൾ മുഴുവൻ രാജീവ് കാത്തിരുന്നത് ഈ ദിവസത്തിനു വേണ്ടിയായിരുന്നു. ഒരു സർപ്രൈസ് എന്ന പോലെ അങ്കിതയുടെ അടുത്തെത്തി അവളെ പ്രപ്പോസ് ചെയ്യുന്ന ഈ ദിവസത്തിന്. അങ്കിതയുടെ ഓഫീസിന് മുന്നിൽ രാജീവിന്റെ കാർ വന്നു നിന്നു. ഒരു നിമിഷം സ്വയം ഒന്ന് തയ്യാറായി അയാൾ പുറത്തിറങ്ങി അങ്കിതയുടെ ഓഫീസിലേക്ക് നടക്കാൻ തുടങ്ങി. അതേസമയം അങ്കിത ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി വരികയായിരുന്നു. അവളോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, അവളുടെ കസിൻ സിസ്റ്റർ മാളവിക. ഒരു നിമിഷം രാജീവ് അങ്കിതയെ തന്നെ നോക്കി നിന്നു. 4 വർഷങ്ങൾ അവളെ കൂടുതൽ സുന്ദരിയാക്കിയതുപോലെ അയാൾക്ക് തോന്നി. ആ കാഴ്ചയിൽ തന്നെ അടുത്തു ചെന്ന് അവളെ തന്നോട് ചേർത്ത് ആലിംഗനം ചെയ്യാനാണ് അയാളുടെ മനസ്സ് കൊതിച്ചത്. സ്വയം നിയന്ത്രിച്ച് അവളുടെ അടുത്തെത്തി പ്രണയാർദ്രമായ പുഞ്ചിരിയോടെ രാജീവ് ചോദിച്ചു, ഹായ് അങ്കിത, സുഖമാണോ? ചോദ്യം കേട്ട് അങ്കിത അയാളെ ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് അയാളെ തിരിച്ചറിഞ്ഞ ഭാവമുണ്ടായിരുന്നില്ല.
സംശയത്തോടെ നോക്കുന്ന അവളെ കണ്ട് അയാളുടെ മുഖത്തെ ചിരി മായാൻ തുടങ്ങവേ പൊടുന്നനെ മാളവിക പറഞ്ഞു, ഓ രാജീവ്, ഈസ് ഇറ്റ് റിയലി യു? എത്ര കാലമായി കണ്ടിട്ട്. സുഖാണോ? എവിടെയായിരുന്നു ഇത്രയും കാലം? ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കണ്ടതേയില്ല. ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല കേട്ടോ. ശരിക്കും ആളാകെ മാറിയിരിക്കുന്നു. മാളവികയോടൊപ്പമുള്ള 4 വയസ്സുകാരി അവളുടെ മകളായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു. മാളവികയുടെ മുഖത്ത് തന്നെ കണ്ടപ്പോഴുണ്ടായ സന്തോഷവും ചിരിയും അങ്കിതയിൽ കാണാനില്ലല്ലോ എന്ന് രാജീവ് ഓർത്തു. അപ്പോൾ അല്പം പരിഹാസം കലർന്ന പുഞ്ചിരിയോടെ അങ്കിത പറഞ്ഞു, ഓ രാജീവ്, ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? എന്റെ ഓഫീസിന് മുന്നിൽ എന്താ ഏർപ്പാട്? ഇനി ജോലി അന്വേഷിച്ചോ മറ്റോ വന്നതല്ലല്ലോ അല്ലേ? ആണെങ്കിൽ തന്നെ സോറി, ക്രിമിനൽസിനെയും കുറ്റവാളികളെയും ഞങ്ങൾ പരിഗണിക്കാറില്ല. അതും പറഞ്ഞ് അല്പം ഉറക്കെ അങ്കിത ഒന്ന് ചിരിച്ചു. അങ്കിത ഒരു തമാശ പറഞ്ഞതാണെന്ന മട്ടിൽ കൂടെ ചിരിച്ചുകൊണ്ട് രാജീവ് പറഞ്ഞു, അതെ, ഒരു ജോലിക്ക് വേണ്ടിയാ. ഇത്രയും കാലം എനിക്ക് വേണ്ടി നീ കാത്തിരുന്നില്ലേ? ആ പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ നേരിട്ട് തരാൻ. അത് കേട്ടതും അങ്കിതയുടെ മുഖം മാറി. ദേഷ്യത്തോടെ അവൾ ചോദിച്ചു, കാത്തിരിക്കുകയോ? നിങ്ങളെയോ? എന്തിന്? അവളുടെ സ്വരത്തിലെ മൂർച്ച രാജീവ് തിരിച്ചറിഞ്ഞു. ശരിയാണ്, ഞാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങളെയല്ല, എന്റെ വുഡ്ബിയെ. മിനിറ്റുകൾക്കുള്ളിൽ അയാൾ ഇവിടെ എത്തും. മിസ്റ്റർ രോഹൻ ശർമ്മ. ഒരു നിമിഷം രാജീവ് പകച്ചുപോയി. അവൾ പറയുന്നത് തമാശയാണോ കാര്യമാണോ എന്ന് അയാൾക്ക് മനസ്സിലായില്ല. നീ തമാശ പറയാണോ അങ്കിത? നമ്മൾ തമ്മില്... അപ്പോൾ അയാളുടെ മുന്നിലേക്ക് തന്റെ വെഡിംഗ് റിംഗ് ഉയർത്തി കാണിച്ചുകൊണ്ട് അങ്കിത പറഞ്ഞു, നമ്മൾ തമ്മിൽ എന്ത്? സി, എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. ഇന്ന് ഞാനും എന്റെ വുഡ്ബിയും ഡിന്നർ ഡേറ്റിന് പോകാൻ തീരുമാനിച്ച ദിവസമാണ്. വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തിരിച്ചു വരുന്ന വാക്ക് തന്നിട്ടല്ലേ അങ്കിത ഞാൻ ജയിലിൽ പോയത്? ഞാൻ ജയിലിൽ പോയ 4 വർഷം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞോ? നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെട്ടിരുന്നതും പ്രേമിച്ചതും ഒക്കെ ഇപ്പൊ ഇല്ലാതായി എന്നാണ്. ഷട്ട് അപ്പ് രാജീവ്. പ്രേമമോ? എന്ത് അസംബന്ധമായി പറയുന്നത്? തന്നെ പോലൊരു ലോക തോൽവിയെ പ്രണയിക്കാൻ എനിക്കെന്താ ഭ്രാന്താണോ? ഞാൻ പ്രണയിച്ചതും ഇപ്പോഴും പ്രണയിക്കുന്നതും ഒരാളെയാണ്, മിസ്റ്റർ രോഹൻ ശർമ്മയെ. അയാൾ നിങ്ങളെപ്പോലെ ഒരു കുറ്റവാളിയല്ല രാജീവ്. ഹീസ് എ മോസ്റ്റ് സക്സസ്ഫുൾ ബിസിനസ് മാൻ. ആകാശം തനിക്ക് മുകളിൽ ഇടിഞ്ഞു വീഴുന്നത് പോലെ രാജീവിന് തോന്നി. 4 വർഷത്തെ കാത്തിരിപ്പ്, 4 വർഷത്തെ സ്വപ്നങ്ങൾ. അനേകം കുറ്റവാളികളിൽ ഒരാൾ മാത്രമായി പോകുമായിരുന്ന അയാളുടെ ജീവിതത്തിന് നിറമുള്ള സ്വപ്നങ്ങൾ പകർന്ന പ്രണയമാണ് തൊട്ടുമുന്നിൽ തകർന്നടിഞ്ഞില്ലാതാവുന്നത്. നീ എന്നെ മനഃപൂർവ്വം ചതിക്കായിരുന്നല്ലേ? രാജീവിന്റെ വാക്കുകൾ അങ്കിതയെ ദേഷ്യം പിടിപ്പിച്ചു. ചതിക്കാൻ മാത്രം ഞാൻ നിങ്ങളുടെ ആരാ? എന്ത് ബന്ധമാ നമ്മൾ തമ്മിലുള്ളത്? എന്നോ ഒരിക്കൽ ജയിലിൽ പോയ കഥയും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വന്നിരിക്കുകയാണോ? എന്നാൽ അതിന് പകരമായിട്ട് എന്തു വേണം? പറ, പണമാണോ? തന്റെ ബാഗിൽ നിന്ന് ചെക്ക് ലീഫ് എടുത്ത് കീറി അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അങ്കിത പറഞ്ഞു, ഒപ്പിട്ട ചെക്കാണ്. എത്രയാണെന്ന് വെച്ചാൽ എഴുതിയെടുത്തോണം. ഇനിയും ഇങ്ങനെ കഥയും പറഞ്ഞു വരാനാണ് ഭാവമെങ്കിൽ വന്ന സ്ഥലം ഓർമ്മയുണ്ടല്ലോ, അതേ ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. മറക്കണ്ട. രാജീവ് ഒരു നിമിഷം തരിച്ചു നിന്നു. അയാളുടെ മുഖം കണ്ട് അത്രയും നേരം നിശബ്ദയായിരുന്ന മാളവിക പറഞ്ഞു, അങ്കിത, എന്താ നീ കാണിക്കുന്നേ? നിനക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിന്റെ ഒരു നല്ല പാതി മാറ്റിവെച്ച ഒരാളോടാ നീ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഓർക്കണം. അന്ന് രാജീവ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞ ആ കുറ്റവാളി നീ ആകുമായിരുന്നു. സ്നേഹമില്ലെങ്കിൽ വേണ്ട, പക്ഷേ അപമാനിക്കാതിരുന്നൂടെ? മാളവികയുടെ ചോദ്യം അങ്കിതയെ കൂടുതൽ കുപിതയാക്കി. ഓഹോ, നീയാണോ എന്നെ പെരുമാറ്റം പഠിപ്പിക്കാൻ പോകുന്നവള്? അതിനുള്ള എന്ത് യോഗ്യതയാ നിനക്കുള്ളത്? 5 കൊല്ലം മുമ്പ് ആരുടെയൊപ്പം കറങ്ങി നടന്നിട്ടാണ് ഈ കൊച്ചിനെ കിട്ടിയതെന്നേ ആദ്യം കണ്ടുപിടിക്ക്. ഈ കുഞ്ഞു കാരണം നീ കുടുംബത്തിന് വരുത്തിവെച്ച നാണക്കേട് ഞാനുണ്ടാക്കിയിട്ടില്ല മാളവിക, അതോർത്താൽ നന്ന്. അങ്കിതയുടെ വാക്കുകൾ മാളവികയെ മുറിവേൽപ്പിച്ചു. അങ്കിത, പരിധി വിട്ട് പെരുമാറരുത്. കാര്യം നീ എന്റെ അനിയത്തിയാണ്. ആ സ്നേഹം എനിക്ക് നിന്നോടുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞിനെ പറ്റി അനാവശ്യം പറയരുത്. അവിഹിതമായിട്ടുണ്ടായ കുഞ്ഞിനെ പറ്റി അങ്ങനെയല്ലാതെ പറയാൻ നിവൃത്തിയില്ലല്ലോ. മാളവിക എന്തോ പറയാനായി വാ തുറന്നതും അവരുടെ മുന്നിൽ ഒരു കറുത്ത മെർസിഡൻസ് വന്നു നിന്നു. അങ്കിതയുടെ മുഖം തെളിഞ്ഞു. അതിന്റെ ഒരു വശത്തെ ചില്ല് താഴ്ന്നു. അതിനുള്ളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് തല നീട്ടി. ഹായ് രോഹൻ. സോറി ബേബി, ഇത്തിരി ലേറ്റായി. കാത്തുനിന്ന് ബോറടിച്ചില്ലല്ലോ അല്ലേ? ഇതൊക്കെ ആരാ? ഫ്രണ്ട്സാ? ഒരു നിമിഷം അങ്കിതയൊന്ന് പതറി. ചിരിയോടെ അവൾ പറഞ്ഞു, നോ നോ, ദിസ് ഈസ് മൈ കസിൻ സിസ്റ്റർ ആൻഡ് ഐ ഡോണ്ട് നോ ഹിം. കം ഓൺ, ഗെറ്റ് ഇൻ. കാറിന്റെ ചില്ലുയർന്നു. അങ്കിത മാളവികയെ ഒന്ന് നോക്കി. കഴുത്തിൽ നിന്ന് തന്റെ നെക്ലേസ് വലിച്ചൂരി മാളവികയ്ക്ക് കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു, എന്നെ സ്നേഹിക്കാനേ ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ആളുകളുണ്ട്. അതുകൊണ്ട് കൂടുതൽ സ്നേഹം ആവശ്യമില്ല. 4 വർഷം മുൻപ് നീ എന്നോടുള്ള സ്നേഹം കാണിക്കാൻ തന്നതാണല്ലോ ഇത്. ഇനി നീ തന്നെ കയ്യിൽ വെച്ചേക്ക്.
മുന്നിൽ അരങ്ങേറിയ നാടകം കണ്ട് അമ്പരപ്പോടെ നിൽക്കുകയായിരുന്നു രാജീവ്. അങ്കിത മാളവികയുടെ കയ്യിൽ വെച്ചുകൊടുത്ത ആ നെക്ലേസ് കണ്ടപാടെ അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. അവന്റെ മനസ്സ് പറഞ്ഞു, ഈശ്വര, ഈ നെക്ലസ് ആണല്ലോ എന്നെ അങ്കിതയിലോട്ട് എത്തിച്ചത്. അപ്പൊ ഇത് ശരിക്കും മാളവികയുടേതായിരുന്നു. അതിനർത്ഥം 5 വർഷം മുമ്പ് ആ രാത്രി ഞാൻ മാളവികയാണോ? രാജീവ് പൊടുന്നനെ മാളവികയുടെ കുഞ്ഞിനെ നോക്കി. ആ രാത്രിയുടെ ബാക്കി പത്രമാണ് ഈ നിൽക്കുന്ന കുഞ്ഞെങ്കിൽ ഇവളുടെ പിതാവ് ഞാനാണെന്നാണ് അർത്ഥം. തീരവും ആകാശവുമില്ലാത്ത ഒരു തീക്കടലിലാണ് താനെന്ന് രാജീവിന് തോന്നി.